ഷാജേട്ടാ നമസ്കാരം. നമസ്കാരം. ക്രിസ്മസ് വരാൻ പോവാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ക്രിസ്മസ് കൊടുക്കുക. ഒരു ബ്ലാക്ക് വണ്ടിയുണ്ട്, അത് ലാസ്റ്റ് പറയാം. പൊട്ടിച്ച് കൊടുക്കുക. ഇത് ആ വണ്ടി കേട്ടോ, ബ്ലാക്ക് വണ്ടി 2010 മോഡൽ. 10 വണ്ടി ടൈപ്പ് ആക്കിയ വണ്ടി കേട്ടോ, ബ്ലാക്ക്. അതായത് ഡിമാൻഡോടെ കളറാ. ഓഫർ കൊടുക്കുവല്ലേ? ലാസ്റ്റ് പറയാം. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 12 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് 2 വീലർ TRD കിറ്റ് ഉള്ള വണ്ടി. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 190 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. ഓണർ അല്ലേ? ഇവിടെ നമ്പർ ആക്കിയാണ് നമ്മൾ വില 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 12 ലക്ഷം രൂപ 12 ലക്ഷം ചോദിക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്പർ ആയില്ല, NOC എടുത്ത് NOC ഇപ്പൊ ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ? നമ്പർ ആക്കിയാൽ മതി. ഒരാഴ്ചക്കുള്ളിൽ നമ്പർ ആക്കാൻ പറ്റൂലേ? നമ്മൾ പാർട്ടി വന്ന അന്ന് തന്നെ നമ്പർ ആക്കി ടാക്സ് അടച്ച് കൊടുക്കും. 1,25,000 ടാക്സ് അടയ്ക്കണം അല്ലേ? നമ്പറായി കൊടുക്കും. കണ്ടീഷൻ നോക്കുവാണെങ്കിൽ കിറ്റ് ചെയ്ത വണ്ടിയാണ്, TRD കിറ്റ് ഉള്ള വണ്ടിയാണ്. ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്, പെൻഡിങ് വർക്ക് ഒന്നുമില്ല. ടയറൊക്കെ ആണെങ്കിൽ ഒരു ഗോൾഡ് റെഡിന്റെ ടയറാ, ഒരു 60% ടയറുണ്ട്. നീറ്റായിട്ട് വണ്ടി, വേറെ വർക്കൊന്നും ചെയ്യാനില്ല. പെയിന്റിംഗ് ഭാഗം ഒന്നും ചെയ്യാൻ എടുക്കുക, ഓടിക്കുക അല്ലേ? സർവീസറൊക്കെ ഞാൻ കണ്ടിയാ. ഗ്ലാസ് ഒന്നും മാറിയില്ലല്ലോ? ഒന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? എടുക്കുക, അങ്ങ് ഓടിക്കുക അല്ലേ? അതെ. TRD കിറ്റ് ഉള്ള സ്പോയിലർ എല്ലാം TRD കിറ്റാ വണ്ടി കേട്ടോ. ഈ വണ്ടിക്ക് ഫിനാൻസ് കയറില്ലേ? ഇതൊക്കെ 7 ലക്ഷം രൂപ കയറും. സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻസ് കൂടുതൽ കയറുമല്ലേ? 2012 വണ്ടിയല്ലേ? അടിപൊളി. ഇന്റീരിയറിലേക്ക് പോയാലും നീറ്റാട്ടോ. സീറ്റ് കവറൊക്കെ നോക്കിയേ, നീറ്റാ വണ്ടി. ഡാഷ്ബോർഡ്, റൂഫ്, ഇത് നമ്മൾ സർവീസ് ചെയ്താണ് വണ്ടി. നമ്മൾ വണ്ടി ഓടി വന്നിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ടേക്കും. ഇനിയും ഇന്ത്യയിൽ വാഷും ബോഡി പോളിഷിങ് ചെയ്തേ കൊടുക്കത്തുള്ളൂ. പോളിഷിംഗ് കൂടെ ചെയ്യുമോ? വേറെ ഒന്നും ചെയ്യാനില്ല, ചെറിയ ചെറിയ പവറിലൊക്കെ ഉള്ളൂ. ഇന്ത്യയിൽ വാഷും വന്ന കണ്ടീഷനിൽ വെറും വാട്ടർ സർവീസ് മാത്രം ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്. എഞ്ചിന്റെ അകത്ത് നോക്കിയാലും വേറെ ആക്സിഡന്റോ തട്ടോ മുട്ടോ പൊട്ടിയോ ഒന്നുമില്ല. ബാഡ്ജിങ്, ബോണിറ്റ്, ടോട്ടയുടെ ബാഡ്ജിങ് എല്ലാം ഉള്ള വണ്ടിയാണ്. ഒന്നും ഒരു പേസ്റ്റിങ്ങും പോയിട്ടില്ല. എഞ്ചിനിലേക്ക് പോലും വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓയിലിൽ കയറണം അങ്ങനെയൊന്നുമില്ല. അത് സ്റ്റാർട്ട് ചെയ്യാവോ? ഒന്ന് റേസ് ചെയ്യോ? പയ്യെ ചെയ്താൽ മതി. ഓക്കെ ഓഫ് ചെയ്തോ. ഇത് നമുക്ക് 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്പർ ആക്കി 12 രൂപ റെഡി ക്യാഷ് ഒക്കെയാണ്. എന്തും അഡ്ജസ്റ്റ്, പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോവാം. വൈറ്റ് ഫോർച്യൂണർ, വൈറ്റ് 2012 2 വീല് മാനുവൽ വണ്ടി. 12 വണ്ടി അല്ലേ? 12 വണ്ടി. ഓക്കെ. വണ്ടിയിൽ മേറെയുള്ള തട്ടമുട്ട ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസ് മാറും കാണാൻ നോക്കാം. നമ്മളത് മാറിയിട്ടുള്ള വേറെ ഗ്ലാസ് ഒന്നും മാറിയില്ല. ഒന്നുമില്ല. വേറെ എല്ലാ ഗ്ലാസും ഒന്നുമില്ല. വേറെ മോണിറ്റർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെൻഡിംഗ് വർക്ക് ഒന്നുമില്ല. AC ഒക്കെ പക്ക വർക്കില്ല എല്ലാം. അതൊന്നും ടൊയോട്ടയുടെ ഇല്ല. ഞങ്ങൾ 2000-2500 ഓടി വരുന്ന വണ്ടിയാണ്. AC ഒന്നും കൂളിംഗ് ഇല്ലാതിരിക്കത്തേ ഇല്ല. എല്ലാം ബൈ റോഡ് വഴി നമ്മൾ ഓടി വരുന്ന വണ്ടികളാണ് അല്ലേ? ഞാൻ വണ്ടി മൊത്തമായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, എടുത്തിട്ടൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ കൊണ്ടോ. ഇതും വന്ന കണ്ടീഷനല്ലേ വണ്ടി? ഇത് വന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ വാഷും പോളിഷും ചെയ്താൽ ഡെലിവറി കൊടുക്കും. അല്ല, നീറ്റാണ്. ടയറൊക്കെ ഒരു ഇതൊക്കെ ടയറിന്റെ 70% മുകളിൽ ടയറുണ്ടല്ലേ? ഉണ്ട്. പിന്നെ ടയറൊക്കെ 70% മുകളിലുണ്ട്. ഇന്റീരിയറിലേക്ക് പോയാലും സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ. ഉണ്ടോ? ഡാഷൊക്കെ ആണെങ്കിലും വേറെ വിഷയങ്ങളൊന്നുമില്ല. റൂഫ്, ബാക്ക് സീറ്റ് എല്ലാം ഓക്കെ കേട്ടോ. ഇത് നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം. അകത്തേക്ക് തട്ടമുട്ടൊന്നും വന്നിട്ടില്ലല്ലോ? ഒന്നുമില്ല. നിങ്ങൾ ആരെ വേണമെങ്കിൽ കൊണ്ട് കാണിച്ചിട്ട് വണ്ടി എടുത്തൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാം നമ്മൾ അങ്ങനെ ആക്സിഡന്റ് ആവാൻ നമ്മൾ എടുക്കത്തില്ല. അല്ലേ? ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? ഒന്ന് റേസ് ചെയ്യാമോ? ഓക്കെ. ഇത് TRD കിറ്റ് ചെയ്ത വണ്ടിയാണ്. 2012 2 വീലാണ്, മാനുവൽ. ഈ വണ്ടി ലാസ്റ്റ് 11 ലക്ഷം രൂപ കൊടുക്കാം. 12 രൂപ അല്ലേ? 2 വീല് മാനുവൽ അല്ലേ? 2 വീല് മാനുവൽ, നല്ല ക്വാളിറ്റി വണ്ടി, തട്ടുമുട്ടൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അതിന്റെ ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർ. കിലോമീറ്റർ എത്രയായിരുന്നു? 180 ഓടിയ വണ്ടിയാണ്. 180 അല്ലേ? ഓക്കെ. അല്ല, ഈ ഫോർച്യൂണിനൊന്നും കിലോമീറ്റർ ആരും മറിക്കത്തില്ല കേട്ടോ. അത് ഇന്നോവയുടെ ഒക്കെ ഓരോരുത്തരും മറിക്കുന്നത്. വണ്ടിക്ക് ലോൺ കയറുമോ? ലോൺ സിബിൽ സ്കോർ ഉള്ളവർക്കാണെങ്കിൽ ഒരു 6 രൂപ വരെ ലോൺ കയറും. 6 രൂപ അല്ലേ? ഓക്കെ. 2 വീലാണ്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ടയർ ആണെങ്കിലും നല്ല 70% ഉണ്ടല്ലേ? അതെ. അടുത്തോട്ടിലേക്ക് പോയാലോ? ഇത് 2012 4x4 മാനുവലാണ്. 4x4 മാനുവൽ. ഇതകത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് വ്യത്യാസപ്പെടുത്തി വർക്ക് ചെയ്തുള്ള വണ്ടിയല്ലേ? കാണാൻ നല്ല നീറ്റാ. എല്ലാ വണ്ടിയും നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. ട്രാക്ഷൻ ബ്രേക്ക് സിസ്റ്റം ഒക്കെ ഉള്ള വണ്ടി വരുന്നുണ്ടല്ലേ? പിന്നെ വണ്ടി നല്ല വൃത്തിയാണ്. വലിയ ഹാലജൻ ബൾബും
ഫോഗ് ലാമ്പ് ഹാലജൻ ബൾബും ഒക്കെ വന്നോണ്ട് ഇഷ്ടമല്ലേ വണ്ടി? ഇത് വാഷ് ചെയ്യുന്നേ ഉള്ളൂ. 500 രൂപ കൊടുത്ത് ഒരു വാട്ടർ സർവീസ് പക്ഷെ ചെയ്യുന്നു. വണ്ടി കാണാൻ നല്ല നീറ്റാട്ടോ. വേറെ വർക്കൊന്നും ടയർ അങ്ങനെ എല്ലാം അപ്പോഴോ ടയറാണ് കിടക്കുന്നത്. ടയറൊക്കെ ആണെങ്കിലും ഒരു 50% കൂടി ടയറുണ്ട്. അതെ അതെ അതെ. ബോഡിയൊക്കെ ഉണ്ട് നീറ്റാട്ടോ. 4x4 ആണേ. 4x4 വണ്ടി. ബാക്ക് സൈഡ് നോക്കിയേ, എല്ലാം നീറ്റാട്ടോ. വേറെ വർക്കൊന്നും എടുക്കാനല്ല വണ്ടിക്കകത്ത്. ഇന്റീരിയറിലേക്ക് പോയാലും ഇത് കുറേ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ടോപ്പ് റൂഫൊക്കെ മാറിയിട്ടുണ്ട്. ബ്ലാക്ക് ആക്കിയേക്കുക. ഇന്റീരിയറിലേക്ക് വന്നാലും കുറേ വർക്ക് ഉണ്ടല്ലോ വണ്ടിക്കകത്ത്. എക്സ്ട്രാ സീറ്റ് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ്ലി സീറ്റ് ചെയ്തിട്ടുണ്ട്, പുതിയ സീറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് ആണെങ്കിലും റൂഫ് ബ്ലാക്ക് ആക്കി ചെയ്തിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡ് ബ്ലാക്ക് ചെയ്തേക്കുന്നതായിരിക്കും. ഡാഷ്ബോർഡ് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ സ്റ്റീരിയോ വരുന്നുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സെക്കൻഡ് റോയിലേക്ക് വരെ നീറ്റായിട്ടാണ് വണ്ടി. വേറെ ഒന്നും ചെയ്യില്ല, എടുക്കാൻ കുടിക്കുന്നേ ഉള്ളൂ. AC ഒക്കെ അതിന് കംപ്ലീറ്റ് പല ടൈപ്പിലുള്ള ലൈറ്റുകളാണ് കൊടുത്തേക്കുന്നത്. ഓരോ പ്രാവശ്യം ഞെക്കുമ്പോഴും പിന്നെ അതങ്ങാണ്ട് കളർ മാറി ഗ്രീന് മാറി മാറി വരുന്ന എല്ലാം കംപ്ലീറ്റ് ഒരുപാട് സിസ്റ്റമൊക്കെ ഉണ്ട്, പല കളറ്. നല്ല കൂളിംഗ് കേട്ടോ, നല്ല സൂപ്പർ കൂളിംഗ്. അത് മിനിക്കത്തൊക്കെ ചെയ്യട്ടോ. എഞ്ചിൻ റൂമിലേക്ക് വന്നാലും തട്ടം മുട്ടൊന്നും അതേ വന്നിട്ടില്ല കേട്ടോ. ഒന്നുമില്ല, വാട്ടർ വാഷിങ് ചെയ്തിട്ടേക്കുന്ന നീറ്റ് എഞ്ചിൻ റൂം, രണ്ട് ബാഡ്ജിങ് എല്ലാം ഉള്ള ഫുൾ പേസ്റ്റിംഗ് ഉള്ള വണ്ടിയാണ്. ഒന്നുമില്ല. ഇതെല്ലാം ബൈ റോഡ് വഴി ഓടി വരുന്ന വണ്ടിയാണ്. അല്ലാതെ ട്രക്കെ കൊണ്ടുവന്ന് ബാംഗ്ലൂർ ഇറക്കുവോ എറണാകുളത്ത് ഇറക്കുവോ ചെയ്യുന്ന വണ്ടിയല്ല. ഇതെല്ലാം ബൈ റോഡ് വഴി ഓടി വരുന്ന 2000-2100 കിലോമീറ്റർ ഓടി വരുന്ന വണ്ടിയാണ്. നമുക്കിതിൻ്റെ എല്ലാ കംപ്ലൈൻറ്റും കൊണ്ട് ഓടി വരും. നമുക്കറിയാതെ ഞങ്ങളിവിടെ തീർത്തിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. റേസ് ചെയ്യാമോ? മതി. ലാസ്റ്റ് നമ്മൾ 4x4 ആണ്. 12 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില. പിന്നെ ഇവിടെ നമ്പറാക്കി NOC എൻ്റെ പേര് വന്നേക്കുന്ന വണ്ടിയാണ്. റാന്നി KL 62 ആണ്. സാധാ നമ്പർ നമ്മൾ എടുത്തു കൊടുക്കും. എക്സ്ട്രാ ഫാൻസി നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ പാർട്ടി വഹിക്കണം. നമ്പറാക്കിയിട്ട് 12 രൂപ 4x4. ലോൺ കയറുന്ന വണ്ടിയല്ലേ? ഇതൊക്കെ സിവിൽ സ്കോർ നമുക്കുണ്ടെങ്കിൽ 6 രൂപ വരെ ലോൺ കയറും. അടുത്ത ഓഫർ വണ്ടി ഇത് ഫോർച്യൂണറിൽ ബ്ലാക്ക് വണ്ടി, കൊമ്പൻ ഡിമാൻഡുള്ള വണ്ടി. 10 മോഡലാണ്. Type 2 ആയിട്ട് പുതിയ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഡിസ്ക് വരെ അലോയ് ഡിസ്ക് വരെ മാറിയിട്ടുണ്ട്. ഹൈ ക്വാളിറ്റിയാണ് വണ്ടി എന്ന് പറയാൻ ഒക്കത്തില്ല. ഇതൊരു ഓഫർ റേറ്റിൽ കൊടുക്കുക. സീറ്റ് അപ്പോൾസറി സിസ്റ്റം എല്ലാം നല്ലതാണ്. മെക്കാനിക്കൽ എഞ്ചിൻ ഗിയർ ബോക്സ് 100%, AC 100% എല്ലാം ഉള്ള. പിന്നെ ഒന്ന് പെയിൻറ്റ് ടച്ചിങ് കാര്യങ്ങൾ ചെയ്യണം. ബ്ലാക്ക് കളറാണ്, കമ്പനി ബ്ലാക്ക് പെയിൻ്റ് ആണ്, അല്ല രണ്ടാമത് അടിച്ചതൊന്നുമല്ല. അലേവിലാണേലും പുതിയ മോഡലിൽ അലേവിൽ കയറ്റിയിരിക്കുന്ന ടയറൊക്കെ 100% ടയർ. ഫ്രണ്ടിലെ ഒരു 90% ടയർ. 12,350 രൂപ ടൈലൈറ്റിൻ്റെ വില. അടിപൊളി. ക്യാമറ ഇടുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. അതുപോലെ ഇത് ഡിക്കി ക്രോം, ഇത് എല്ലാം ലൈറ്റ് വരുന്നുണ്ടല്ലേ? ഇന്ത്യയിൽ വേറെ വർക്കൊന്നും ചെയ്യാനില്ല. നീറ്റ് സീറ്റ് കവറൊന്നും ചെയ്യാനില്ല. സ്റ്റിയറിംഗ് വീൽ 4th ഓണർ. റൂഫെല്ലാം കുഴപ്പമില്ല. സീറ്റ് കവറൊക്കെ ഉണ്ടോ? എല്ലാം ഓക്കെ കേട്ടോ. 1,79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സ്റ്റീരിയോ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. 4x4 ആണ്. AC ഒക്കെ പക്ക വർക്കിംഗ് അല്ലേ? AC ഒക്കെ 100% കൂളിംഗ് ആണ്. തട്ടോ മുട്ടോ ആക്സിഡന്റോ ഒന്നുമില്ല. പാഡ്ജിങ് എല്ലാം ഉള്ള വണ്ടിയാണ്. AC ഒന്നും പഠിച്ചുള്ള ഒന്നുമില്ല. അകത്തേക്ക് തട്ടുമുട്ടം വന്നിട്ടില്ല. ഒന്നും അകത്തല്ല, പുറത്ത് പോലും ഇല്ല. എഞ്ചിനാണെങ്കിലും പക്കറ്റ്, വേറെ ഓയിൽ ലീക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമോ? റേസ് ചെയ്യാമോ? ഓക്കെ. അപ്പോൾ ഈ വണ്ടി ഒരു ഓഫർ വില പറഞ്ഞേ. ഇത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആദ്യം വരുന്ന ആൾക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കാം. 7,000 രൂപയ്ക്ക് നമ്പറാക്കി 30 വരെ ടാക്സ് അടച്ച് പേപ്പറാക്കി പുതിയ ഇൻഷുറൻസ്. ഇപ്പോൾ ഓൾറെഡി 30 വരെ ടെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് 30 വരെ ടാക്സ് അടച്ച് 4 പുത്തൻ ടയർ കാശാണ് 7.5 ലക്ഷം രൂപ കൊടുക്കാം. 4 പുത്തൻ ടയർ, AC 4x4 എല്ലാം മാർക്കിങ്. ഒന്ന് പെയിന്റ് അടിക്കണം, അതേ ഉള്ളൂ, വേറെ പണികളൊന്നുമില്ല. ലൊക്കേഷൻ ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയ്ക്കകത്ത് റാന്നി എന്ന് പറയും. ഫോൺ നമ്പർ 9447024466 പനവേൽ ലോട്ട് ഹൗസ്. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ ബൈ.